കോട്ടയം ഐമനത്താനത്തേക്കാണ് നമ്മൾ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, ഞാനും പി ആർ പ്രവീണയും സാനിയോ മനോമിയും ഒക്കെ ചേർന്ന് ഞങ്ങളുടെ വാർത്താ സംഘം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഐമനത്തേക്കൊന്ന് പോയിരുന്നു. ആ ഒന്നാം വാർഡിലെ ഒരു പാലം അന്ന് ഞാൻ തത്സമയം പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിരുന്നു. നാട്ടുകാരാണത് പരിചയപ്പെടുത്തിയത്. കോഫി വിത്ത് അരുണുമായി നമ്മൾ പോയപ്പോൾ ആ പാലം നമ്മൾ അന്ന് കണ്ടിരുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നു. നമ്മൾ അപ്പോൾ തന്നെ തത്സമയം അവിടുത്തെ പ്രാദേശിക നേതാക്കളെയൊക്കെ കണ്ട് വലിയ വാഗ്ദാനങ്ങൾ തരാൻ ആൾക്കാർ കൂടെ വരികയും ചെയ്തിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. 2 കുട്ടികൾ പാലത്തിൽ നിന്ന് വീണ് അപകടം സംഭവിച്ചിട്ട് ഇപ്പോൾ പഞ്ചായത്ത് പറയുന്നു സർക്കാർ കാര്യമല്ലേ, അതൊക്കെ പിന്നെ നടന്നോളുമെന്ന്. വാഗ്ദാനം നൽകിയാൽ അത് പാലിക്കണം. ഞങ്ങൾ ഒരിക്കൽ പറഞ്ഞതാണ്, ഞങ്ങൾ 6 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരും, അതിനുശേഷം നിങ്ങൾ നൽകിയ വാഗ്ദാനം പാലിച്ചു എന്ന് പരിശോധിക്കും. പി ആർ പ്രവീണ അവിടെ പോയി. പി ആർ പ്രവീണ കണ്ട കാഴ്ചയിലേക്ക്, റിപ്പോർട്ടിലേക്ക്. പാലം നമുക്ക് ശരിക്കും പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ളതല്ല. ഇവിടെ കുറച്ച് നാട്ടുകാർ കൂടി അത് പണിതാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഒരു 2 മാസത്തിന് മുന്നേ പഞ്ചായത്തിന്റെ പെറ്റി വർക്കിൽപ്പെടുത്തി 10,000 രൂപ കൊടുത്ത് ആ പാലം നന്നാക്കിച്ചതാണ്. അതാണ് ഇപ്പൊ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. എന്തെങ്കിലും കാലതാമസം ഉണ്ടെങ്കിൽ അടുത്ത മഴക്കാലം ആവുന്നതിന് മുമ്പ് ആ പാലം നമുക്ക് റെഡിയാക്കി തീർച്ചയായിട്ടും. ഇത് കുമരകം ഐമനം കരീമഠം. തൊട്ടടുത്തൊരു UP സ്കൂളുണ്ട്. അവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി വന്നതാ. അപ്പം ഞങ്ങൾ ആരുഷിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് ചോദിച്ചു. നമുക്ക് പാലത്തിൽ കയറാം. കയറൂല? അതെന്താ? എന്തിനാ? വെള്ളത്തിൽ പോയതാ. പാലത്തിൽ നിന്നോ? ആണോ? മോനും പോയോ? അല്ല, ഞാനവിടെ തൂങ്ങിക്കിടന്നതാ. ഇവർ രണ്ടുപേരും അല്ല കേട്ടോ, ഇനി 27 കുട്ടികളാണ് ഇവിടെ തൊട്ടടുത്തൊരു LP സ്കൂളിൽ പഠിക്കുന്നത്. അവർക്ക് പോകാനുള്ള വഴി ഏതെന്ന് കാണണ്ടേ. ഞാൻ ഈ കയറുന്നതൊരു പാലമാണ്. പാലം എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇതിൻ്റെ തൂണൊക്കെ ദ്രവിച്ച് നിൽക്കുകയാണ്. ഈ ചവിട്ടുമ്പോൾ ഇത് ആടുന്നുണ്ട്. അതായത് എൻ്റെ ചവിട്ടൊന്ന് ബലം കൂടിയാൽ ചിലപ്പോൾ ഞാനും വെള്ളത്തിൽ പോകും. എനിക്ക് നീന്താൻ പറഞ്ഞുകൂടാ കേട്ടോ, അതുകൊണ്ട് എനിക്കും പേടിയുണ്ട്. എൻ്റെ ക്യാമറാമാനും മറ്റേ നമ്മൾ പിച്ച വെച്ച് പഠിക്കില്ലേ, അതുപോലെയാണ് പോകുന്നത്. ഈ പാലത്തിൽ കൂടെയാണ്, നോക്കൂ, വിറയ്ക്കുന്നുണ്ട്. ഈ പാലത്തിൽ കൂടെയാണ് ഈ പിഞ്ചു കുട്ടികൾ ജീവൻ പണയം വെച്ച് അവരുടെ വീട്ടിൽ നിന്നും ഈ സ്കൂളിലേക്ക് പോകുന്നത്. പാലം ആരോ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും പഞ്ചായത്തിൽ നിന്ന് യാതൊരു ഇതും വന്നിട്ടില്ല. ഇത്രയും ദിവസമായി. ഇനി സ്കൂൾ തുറക്കാൻ എന്നാ ദിവസം ഇരിക്കുന്നത്? ഞങ്ങൾ എന്തായാലും ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി സ്കൂൾ ചേർക്കാനിരിക്കുക. ഇനി ഞങ്ങൾ സ്കൂളിൽ വിടുന്നില്ല. അതായത് ഞങ്ങൾ ഇവിടെ തന്നെ കോഫി വിത്ത് അരുൺ ഇവിടെ നമ്മുടെ ഇലക്ഷൻ്റെ സമയത്ത് ഇവിടെ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊട്ടടുത്ത് തന്നെയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നത് 6 മാസത്തിനുള്ളിൽ ഈ പാലം മാറ്റും, അല്ലെങ്കിൽ ഈ പാലത്തിന് വേണ്ടത്ര ശക്തി ഒരുക്കും എന്നാണ്. അതിനുശേഷമാണ് 2 കുഞ്ഞുങ്ങൾ ഇതിലേക്ക് വീഴുന്നതെന്ന് ഓർക്കണം. ഈ വാഗ്ദാന ലംഘനമാണ് ശരിക്കും പറഞ്ഞാൽ. അതിനും അപ്പുറം നിങ്ങളുടെ ജീവൻ വച്ചുള്ള, നിങ്ങളുടെ കുട്ടികളുടെ ജീവൻ വച്ചുള്ള കളിയാണ്. ഞങ്ങൾ ഇതുവരെ ആ ഒരു സംഭവം നടന്നിട്ട് ഞങ്ങൾ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ട് പോലും അതിനെക്കുറിച്ചൊന്നും ഈ ഇവിടുത്തെ പ്രിൻസിപ്പൾ പോലും നമ്മളോട് തിരക്കില്ല എന്നാണ്. എന്താണ് നിങ്ങൾ പഞ്ചായത്ത് ബന്ധപ്പെട്ട് പറഞ്ഞത്? പഞ്ചായത്ത് പറയുന്നത് ഇത് ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട്, ഇപ്പം അത് പഞ്ചായത്ത് നിർമ്മിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എന്നെങ്കിലും ഒരു വിദേശ മലയാളികളും മീഡിയാസിൻ്റെ ഒരു കൂട്ടായ്മയിൽ കൂടി പാലം പണിത് തരാമെന്ന് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് പഞ്ചായത്തിൻ്റെ ഒരു അനുമതിയാണ് വേണ്ടത്. പഞ്ചായത്ത് നിങ്ങൾ ചെയ്യുന്നത് കുട്ടികളോടുള്ള ദ്രോഹമാണ്. നീതി നിഷേധം എന്നതിനപ്പുറം കുഞ്ഞുങ്ങളുടെ ജീവൻ കയ്യിൽ വച്ചുള്ള കളിയാണ്. അത് അവസാനിപ്പിക്കാനുള്ള നടപടിയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്താതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും പഞ്ചായത്ത് കാണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാരും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. ഉഡായിപ്പ് കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത്. ഒറ്റ കാര്യം നമുക്ക് പറയാനുള്ളൂ, ഇല്ലെങ്കിൽ ആ പണി രാജിവെച്ച് നിങ്ങൾ പോകണം. ഐമനം പഞ്ചായത്തിലെ പ്രസിഡന്റിനോട് നമ്മളോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ച ഐമനം പഞ്ചായത്തിലെ അംഗത്തോടു കൂടിയാണ്. നിങ്ങൾ 6 മാസം മുമ്പ് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയതല്ലേ, ആ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ആ 27 കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിലേക്ക് പോകാനുള്ള ഒരൊറ്റ പാലമാണെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ. നിങ്ങൾ എന്നിട്ട് ഈ 6 മാസം കാത്തിരുന്നിട്ട് നാട്ടുകാർ സഹായിക്കാമെന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പാണ്, മറ്റതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് മുടക്കുന്നത് എന്തിനാണ്?
നിങ്ങൾ അവിടെ രാജിവെച്ച് പോകുന്നതാണ് നല്ലത് എന്ന് മാത്രമേ അയ്മനം പഞ്ചായത്തിലെ ഭാരവാഹികളോട് നമുക്ക് പറയാനുള്ളൂ. വാഗ്ദാനം ഞങ്ങൾ വളരെ മാന്യമായിട്ടാണ് അന്ന് ചോദിച്ചത്. അന്ന് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ വാഗ്ദാനങ്ങൾ നൽകിയത്? അപ്പോൾ ഞാൻ പറഞ്ഞു 6 മാസം കഴിഞ്ഞ് ഞങ്ങളിത് പരിശോധിക്കും, ഞങ്ങളിവിടെ വരും, ഈ കുട്ടികളുടെ അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കും. 2 കുട്ടികൾ അതിനുശേഷം പ്രിയപ്പെട്ടവരെ ആ പാലത്തിൽ നിന്ന് ഉള്ളിപ്പോയി. ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? പി. ആർ. പ്രവീണ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പി. ആർ. പ്രവീണ, ഇത് ഒരിക്കലും നമുക്ക് പൊറുക്കാനാവാത്ത കാര്യമാണ്. ആ പഞ്ചായത്തിലെ അംഗം, എനിക്കൊന്ന് നമ്മൾ അന്ന് സംസാരിച്ച വൈസ് പ്രസിഡന്റോ മറ്റോ ആണ്, എന്ത് തള്ളാണ് ഇരുന്ന് തള്ളിയത് ഈ ഇഷ്ടൻ. എന്നിട്ട് ഒരു കാര്യവും അവിടെ നടക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ പാലത്തിന് പല ഭാഗങ്ങളും ഇളകിത്തുടങ്ങി, ഇളകിപ്പോയ ഭാഗമുണ്ട്. 2 കുട്ടികൾ വെള്ളത്തിൽ പോയിരുന്നു. ആര് സമാധാനം പറയും? ആ പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഇത് എന്തിൻ്റെ കേടാണ്? എത്രയോ കാലത്തിന് മുമ്പ് ഇത് നന്നാക്കാമായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം എന്ന് പറയുകയാണ്. കൃത്യമായ അനാസ്ഥയല്ലേ പി. ആർ. പ്രവീണ? അനാസ്ഥ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ജീവൻ പണയം വച്ചുള്ള അനാസ്ഥ എന്ന് തന്നെ പറയാം. അതിൽ വൈസ് പ്രസിഡന്റ് ഇന്നലെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ധാർമ്മിക രോഷമൊക്കെ കയ്യിലിരിക്കട്ടെ എന്നുള്ളതാണ്. അതായത് പഞ്ചായത്ത് കാര്യമാണ് ഞങ്ങൾക്ക് നടത്താൻ അറിയാം എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, താങ്കളുടെ മക്കളെ ഇതുവഴി യാത്ര ചെയ്യിക്കാൻ അയക്കുമെന്ന് ചോദിക്കുമ്പോൾ പുള്ളി ആ ധാർമ്മിക രോഷമൊക്കെ കയ്യിൽ വെച്ചാൽ മതി, എനിക്കുമുണ്ട് മക്കൾ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അന്വേഷിക്കുമ്പോൾ കുട്ടിയുടെ മക്കൾ ഇവിടെ നിന്ന് പുറത്ത് കൊച്ചുകുട്ടികളാണ്. ആ കൊച്ചുകുട്ടികൾ പഠിക്കുന്നത് സുരക്ഷിതമായി പഠിക്കട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവൻ്റെ കുട്ടികൾക്ക് യാത്ര ചെയ്യാനുള്ള വഴി മുടക്കിയായ ഒരാളുടെ കാര്യം പറയുമ്പോഴാണ് നമുക്ക് ആ കുട്ടികളുടെ കൂടി കാര്യം പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇന്നിപ്പോൾ മഴ പെയ്യുന്നുണ്ട്, ഇവിടെ ഒന്ന് കയറിയാൽ തെന്നും, മൊത്തം ഇളകി കിടക്കുന്ന പാലം. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് കേട്ടോ കയറാനായിട്ട്. ഓൾറെഡി കാല് പ്രശ്നമായിരിക്കുന്നത് കൊണ്ട് ഇനി ഒന്നും കൂടി വെള്ളത്തിൽ വീണ നീന്താൻ അറിയില്ല, അതുകൊണ്ടാണ് കയറാനൊരു മടി. ഇത് ചവിട്ടിയാൽ ആടും. ഇതൊക്കെ ഈ വിടവ് കണ്ടോ? അതായത് ഒരു കുഞ്ഞു കാല് ഇതിനടിയിൽ പോയി കഴിഞ്ഞാൽ തീർന്നു, ആ പ്രശ്നമാണ്. അതായത് ഇങ്ങനെ കയറുമ്പോൾ ശരിക്കും തെന്നുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആടി നിൽക്കുക. അവിടേക്ക് കയറി കഴിഞ്ഞാൽ കൈവരി പോലും ഇല്ല, അത്രയും പ്രശ്നത്തിലാണ്. എന്തായാലും ഇവിടെ നമ്മുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, അവരൊക്കെ സ്കൂള് മാറുവാണ്. അവരെല്ലാവരും ഈ ആഴ്ചയോടുകൂടി സ്കൂള് മാറാനുള്ള ഇതിലാണുള്ളത്. ഈ കക്ഷിയാണ് വീണ. 2 പേരും ഇവിടെ ഉണ്ട്, ആയുഷും ആരുഷും അല്ലേ? മോൻ എങ്ങനെയാ വീണേ? അവിടെ കൈവരി ഉണ്ടായിരുന്നില്ലേ? ആണോ? പേടിയാണോ ഇപ്പോഴും? സാധാരണ ഇത് പറയുമ്പോൾ കുഞ്ഞ് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയും. ഞാൻ നിർബന്ധിച്ച് പറയിപ്പിച്ചതാട്ടോ. ഒന്നും കൂടി അവൻ ആ ട്രോമ കൊടുക്കുന്നത് ശരിയല്ല എന്നറിയാം. അതുകൊണ്ട് എങ്ങനെയായിരുന്നു? ഞാനിവിടെ നിൽക്കുമ്പോൾ അവൻ ഇങ്ങനെ പാരത്തേന് ഇങ്ങനെ വീണ്. അപ്പ അമ്മ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. മോൻ എങ്ങനെയാ അതിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടന്നോ? അല്ല, ഞാൻ തൂങ്ങിക്കിടന്നില്ല. ഞാനപ്പ അവിടെ പാർത്ത നിക്കുവാണ്. ആണോ? ഇതിപ്പോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ വിടാൻ പേടിയായി തുടങ്ങി? തീർച്ചയായിട്ടും പേടിയാണ്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അല്പമുള്ള വരുമാനത്തിന് ഞങ്ങൾ പോകുന്നവരാണ്. ഞങ്ങൾക്കൊരു ഉറപ്പില്ല, യാതൊരു ഉറപ്പുമില്ല. ഞങ്ങൾ വൈകുന്നേരം വരുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാ സുരക്ഷിതമാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. എങ്ങനെയാ ചേച്ചി ഇത്? പാലത്തെ വീണു, ഇനിയിപ്പോൾ അവർ പാലത്തെ കയറത്തുമില്ല, ഈ സ്കൂളിൽ പോകത്തുമില്ലെന്നാണ് പറയണത്. ഞങ്ങൾ എന്തായാലും സ്കൂൾ മാറ്റുവാണ്. ഈ പാലം റെഡിയാകും, ആരോ ഒരു ചാനലുകാർ പാലം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് പോലും പഞ്ചായത്തുകാർ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവർക്ക് താല്പര്യമില്ലാത്ത മട്ടില്ല. സ്കൂൾ PT അംഗമല്ലേ? ചേട്ടൻ ഇങ്ങോട്ടൊന്ന് വരാം. എങ്ങനെയാ ഇത്? നോക്കൂ, ഒരാൾ വരുന്നത് നോക്കൂ, അത് തന്നെ കാണാന്നുള്ളതാണ്. അതായത് ജോലിക്ക് പോകുന്ന ആളാണെന്ന് മനസ്സിലായി. ശരിക്കും പറഞ്ഞ ഒരു കയ്യില് പേടി. എത്ര പ്രാവശ്യം വീണിട്ടാ കയറണമെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. പിന്നെ ഗതികേട് കാരണം കയറാതിരിക്കാനും പറ്റത്തില്ലല്ലോ. ഗതികേട് കാരണം പുറത്തേക്കൊക്കെ പോകണ്ടേ? പറഞ്ഞ എത്ര നാളായെന്നറിയോ ഞങ്ങൾ ഈ ദുരിതക്കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും മുക്തി കിട്ടത്തില്ല. അവരുടെ പ്രതീക്ഷകൾ തന്നെ അസ്തമിച്ച ഘട്ടത്തിലാണ്. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇന്നലെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്ത് കാര്യമാണ്, അത് മുറ പോലെ നടക്കും, ധാർമ്മിക രോഷമൊന്നും വേണ്ടെന്നാണ്. നിങ്ങളോട് ഇങ്ങനെ തന്നെയാണോ പറയുന്നത്? നമ്മളോട് അങ്ങനെ തന്നെ പറയുന്നത്. അവർ അത് ചെയ്തോളാം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സ്കൂൾ 3-ാം തീയതി തുറക്കാൻ നോക്കുമ്പോൾ നമ്മളൊരു ധർണയായിട്ട് ഇവിടെ സ്കൂൾ തുറക്കത്തില്ല. അങ്ങനെയാണ് സ്കൂളിൻ്റെ തീരുമാനം. ഇപ്പോൾ PTA തീരുമാനം എടുത്തിരിക്കുന്നത്. സ്കൂൾ നമുക്ക് തന്നെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. ഇപ്പോൾ ഇങ്ങനെ 2 അപകടം, ഒരു കുട്ടി മരിക്കുക സാഹചര്യം വരെ ഉണ്ടായി ഇവിടെ. ഇപ്പോൾ 2 കുട്ടി വെള്ളത്തിൽ പോയി, അത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇനി അങ്ങോട്ട് മുമ്പോട്ട് അങ്ങനെ രീതി പോകാൻ പറ്റത്തില്ല. വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ അറിയിച്ചിരുന്നു ഇത്? ഓൾറെഡി അദ്ദേഹം അറിയുന്നതാണല്ലോ, ലൈവായിട്ട് പോയിക്കൊണ്ടിരുന്ന പ്രോഗ്രാമാണ്. ഈ കുട്ടിയുടെ അന്ന് വെള്ളത്തിൽ പോയത് എല്ലാം ഇതിൽ വന്നതാണ്, പത്രങ്ങളിലെല്ലാം വന്നതാണ്.
വിദ്യാഭ്യാസ മന്ത്രിയോട് കൂടി ഒരു കാര്യം പറയാനുണ്ട്. അതായത് കത്ത് കിട്ടിയാൽ മാത്രമല്ല വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി അപ്പൂപ്പൻ ഇടപെടേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പൂപ്പനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ഇവർക്കുണ്ട്. അതുകൊണ്ട് ഈ വാർത്ത കണ്ട് ഇവരുടെ ഒരു പറച്ചിലായി ഇത് കാണണമെന്ന് കൂടി പറയുകയാണ്. കാരണം അത്രയേറെ ദുരിതത്തിലാണ്. ഇങ്ങനെയുള്ള കുഞ്ഞു മക്കളൊക്കെ ശരിക്കും ആ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ പേരെന്തായിരുന്നു? ഞാൻ ആ വൈസ് പ്രസിഡന്റിന്റെ പേരങ്ങ് മറന്നുപോയി. അന്ന് നമ്മളോട് വന്ന് കാര്യമായി തള്ളിയിട്ട് പോയതാണ്. വീട്ടിലിരുന്ന് ഈ പരിപാടി ലൈവായിട്ട് നടക്കുന്നത് കണ്ടിട്ട് മുഖം കാണിക്കാൻ വേണ്ടി വന്ന വൈസ് പ്രസിഡന്റ് നമ്മൾക്ക് തന്ന വാഗ്ദാനം CPI അംഗമായ മനോജ് ആണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ഈ പണി പറ്റത്തില്ലെങ്കിൽ ഇട്ടിട്ട് പോണം. ഇതേ നമുക്ക് പറയാനുള്ളൂ. CPIക്ക് പേരുദോഷം ഉണ്ടാക്കരുത്. വളരെ മനോജ് എന്നാണ് പേര്. മനോജ് ഞാൻ നേരിൽ കണ്ടിരുന്നു. ആ CPI തന്നെ നേരിട്ട് ഭരിക്കുന്ന നല്ല പഞ്ചായത്തുകളുണ്ട്. കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന നല്ല പഞ്ചായത്തുണ്ട്. CPM ഭരിക്കുന്ന പഞ്ചായത്തുണ്ട്. പേരുദോഷം ആവരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ആ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനോട്. 6 മാസമായി ഇത് ലൈവ് വന്നതിന് ശേഷം കഴിഞ്ഞ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ പിറ്റേന്ന് ഞങ്ങൾ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. അന്ന് ഈ കാര്യം വിശദീകരിക്കാനായിട്ട് വന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇപ്പോൾ പോയപ്പോൾ പറയുന്നത് ധാർമ്മിക രോഷം കയ്യിലിരുന്നാൽ മതി എന്നാണ്. കയ്യിലിരിക്കുന്നില്ല സാർ, ഞങ്ങളത് പ്രകടിപ്പിക്കും. അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കോലും പിടിച്ച് ഞങ്ങൾ നടക്കുന്നത്. മാത്രമല്ല ആ വിദ്യാർത്ഥികളുടെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ, എത്ര ബുദ്ധിമുട്ടാണ്. ആ കുഞ്ഞ് കാലൊന്ന് വെച്ചാൽ താഴേക്ക് പോകും. എന്നിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ അടുത്ത തവണ വോട്ട് ചോദിക്കാനായിട്ട് ഇവരുടെ അടുത്ത് ചെല്ലാൻ? ഇതാണ് ഐമനം പഞ്ചായത്തിൽ നിന്നുള്ള വാർത്തയാണിത്. പ്രേക്ഷകർ അറിയണം, ഐമനം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വന്ന ഗുരുതരമായ വീഴ്ചയെന്നല്ല, അനാസ്ഥയെന്നല്ല, ഉഡായിപ്പ് പരിപാടിയുമായിട്ട് നടക്കുന്ന ടീമാണ്. ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എത്രയും പെട്ടെന്ന് അതിൽ ഇടപെട്ട് കാര്യങ്ങൾ ഉണ്ടാക്കണം. ഇത് ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രിക്കൊപ്പം നമ്മൾ വയ്ക്കുന്ന ഒരു അപേക്ഷ കൂടിയാണ്. ഇത് പഞ്ചായത്ത് വിചാരിച്ച നടക്കാൻ പറ്റുന്നതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇനി സ്കൂൾ തുറക്കാൻ പോകുന്നു, ഇല്ലെങ്കിൽ കുട്ടികളെ ആ സ്കൂൾ മാറ്റാൻ പോവുകയാണ് ആ രക്ഷിതാക്കൾ. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ആ കുട്ടികളെ അവിടെ എത്തിക്കാൻ ഒരു പാലം മതി. അത് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ വകുപ്പിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകണമെന്നാണ് പഞ്ചായത്തിനോട് നമുക്ക് പറയാനുള്ളത്.